അല്ല, ഇതെന്താ പറ്റിയത്? ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നല്ലോ. ഇവിടെ എങ്ങനെയാ എത്തിപ്പെട്ടത്? അല്ല, നിങ്ങളൊക്കെ ആരാണ്? ഞാൻ പിങ്കിയാണ്. നിങ്ങൾ പിങ്ക് പ്ലാനറ്റിൽ ഒരു തവണ വന്നിട്ടില്ലേ? നിങ്ങൾ ഞങ്ങളെ ഒരു തവണ സഹായിച്ചിരുന്നു, ഓർമ്മയില്ലേ? ഞാൻ പിങ്കയാണ്. ഞങ്ങളുടെ സ്പേസ്ഷിപ്പ് കേടായി. ഞങ്ങൾ അത് ഇവിടെ നിർത്തി റിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു നിങ്ങൾ ഫുർഫുരി നഗരത്തിൽ താമസിക്കുന്നുവെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് us. ഇതിന് ഒടുക്കത്തെ വെയിറ്റ് ആണല്ലോ. ഇത് അല്പമെങ്കിലും മാറ്റണമെങ്കിൽ എനിക്ക് സമൂസ കഴിച്ചേ പറ്റൂ. പക്ഷെ ഈ നട്ടപ്പാതിരയ്ക്ക് സമൂസ എവിടെ കിട്ടാനാ? നിങ്ങൾ ഇപ്പോൾ ഈ ഭൂമിയിലെ എന്ത് സാധനം തൊട്ടാലും അത് സമൂസയായി മാറും. പക്ഷെ ഭൂമിയിലുള്ള സാധനങ്ങളിൽ മാത്രം ജീവനുള്ള ഒരു മനുഷ്യനിലോ മൃഗങ്ങളിലോ ഇതിന്റെ ശക്തി ഭരിക്കുകയില്ല. പിന്നെ ഏലിയൻസിന്റെ ഒരു സാധനങ്ങളിലും ഇതിന്റെ ശക്തി ഭരിക്കുകയില്ല. ഇനിയല്ലേ ജീവിതത്തിൽ ഒരു രസം. ഇനി ഞാൻ എവിടേക്ക് പോകുന്നോ അവിടെയൊക്കെ സമൂസയുടെ ഒരു ബഹളമായിരിക്കും. താങ്ക് യു പോട്ടു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കൊടുകൈ, ഞാനിപ്പോ നിന്റെ ശക്തിയെ തിരിച്ചെടുക്കാൻ പോവുകയാണ്. ഇല്ല ഇല്ല, ഈ ശക്തി എന്റെ അടുത്ത് തന്നെ നിന്നോട്ടെ. കാരണം എനിക്കിനി ആ ചായക്കടക്കാർ ചേട്ടന്റെ അടുത്ത് പോവാൻ വേണ്ട, പിന്നെ എനിക്ക് വിശന്നിരിക്കുകയും വേണ്ടല്ലോ. മോട്ടു, അത്യാഗ്രഹം മാത്രം നല്ലതല്ല. നിനക്ക് എത്ര സമൂസ വേണമെങ്കിലും നീ കഴിച്ചോളൂ. പക്ഷേ ഈ ശക്തി ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കും. ഇല്ല, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമാണ് ഈ ശക്തി. ഞാൻ ഇതൊരിക്കലും തിരിച്ചു തരില്ല. എന്നാൽ നിന്റെ ആഗ്രഹം പോലെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദി. എന്തായാലും സമൂസയായ സ്ഥിതിക്ക് എടുത്ത് കഴിച്ചേക്കാം. ശരി, എന്നാ എന്റെ ഈ ശക്തി ഫലിക്കാത്ത സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതൊക്കെ എന്തിനാ വെറുതെ ഈ വീട്ടില്? അല്ല, ഈ തണുത്ത കാറ്റ് ഇത് എവിടെന്നാ വരുന്നത്? ആരാ ഈ വാതിൽ തുറന്നിട്ട്? നീ ഈ അർദ്ധരാത്രിയിൽ എവിടെന്നാ സമൂസ കൊണ്ടുവന്നത്? പിന്നെ ഈ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ എവിടേക്കാ പോയത്? അറിഞ്ഞില്ലേ, ഞാനാണ് പിങ്ക് പ്ലാനറ്റിലെ ഏലിയൻസിനെ സഹായിച്ചത്. അതുകൊണ്ടാ അവരെനിക്ക് ഈ ശക്തി തന്നത്. ഞാൻ എന്ത് തൊട്ടാലും അത് സമൂസയായി മാറും അത്രേ. അതുകൊണ്ട് നമ്മൾ ഇനി വിശന്നിരിക്കേ വേണ്ട. പൊളിച്ചേ. അല്ലെങ്കിലും ഈ ബെഡ് ഒരുപാട് പഴയതല്ലേ പത്ലു? നീ എന്ത് പറയുന്നു? നമ്മളിത് ശരിക്കും മാറ്റാനിരിക്കുകയായിരുന്നില്ലേ? ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. നീ ഈ വീട്ടിലെ മുഴുവൻ സാധനവും തിന്നു. തീറ്റ പണ്ടാരമേ, നീ എന്താ ഭക്ഷണം കണ്ടിട്ടില്ലേ? ഇനി ഒരൊറ്റ സാധനത്തിനും തൊട്ടു പോകരുത്. രാവിലെ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് നടന്നോ? ഇപ്പൊ നീ മിണ്ടാതെ ഒരു മൂലക്ക് എവിടെങ്കിലും പോയിരുന്നോ? നോക്ക് പത്ലു, ഈ വീട്ടിൽ നീ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് തരുവോ? മിണ്ടരുത്. അവിടെ എവിടെങ്കിലും പോയിരിക്കേ, ഒന്നിനും തുടരുത്.
കറകടക്കും ഞാൻ. വൃത്തിയാക്കും ഞാൻ. എന്തായത്? ഞാൻ കഷ്ടപ്പെട്ട് കാറ് കഴുകിട്ടപ്പോ നീയൊക്കെ വന്നത് വൃത്തികേടാക്കിയോ വീണ്ടും? നിന്നെ ഞാൻ ബോക്സറേട്ടാ, ഇന്നെന്തായാലും മോട്ടോനെയും കൊണ്ട് കാറ് വൃത്തിയാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മുഴുവനും വൃത്തിയായി പോകും. ഈ കാറാവും വൃത്തിയാക്കില്ലേ ഇവനെ ഞാൻ മൊത്തത്തിലങ്ങ് വൃത്തിയാക്കും. എന്റെ കാർ! ഇല്ല! എന്റെ കാർ നീ അപ്രത്യക്ഷമാക്കിയോ? നിന്നെ രണ്ടിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അരുത്, എന്റെ കടക്കകത്തോട്ട് കേറി പോകരുത്. ആദ്യം എന്റെ പൈസ താ, പിന്നീട് സമോസ തിന്നാം. ഇനി നിങ്ങളുടെ കടയിലെ സമൂസയൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്നേ. ഇതെന്താ ചെയ്തേ? ഇതെങ്ങനാ ചെയ്തേ? നോക്കൂ, ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എത്ര വേണമെങ്കിലും സമൂസകൾ എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. സോറി, ടേബിളിന് സമൂസയാക്കണമെന്നുള്ള ഒരു ചിന്തയെ എനിക്കില്ലായിരുന്നു. രണ്ടും ഇവിടുന്ന് ഓടിക്കോണം, പറഞ്ഞില്ലാതെ വേണ്ട. എന്റെ ബസ് എവിടാടാ? അതെ, ഞാൻ പറയുന്നത് കേക്ക്. ഈ മോട്ടു എവിടുന്നോ മാജിക് പഠിച്ചോണ്ട് വന്നിരിക്കുക. വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ അമ്മോ! ചിങ്കം സാറേ, വേഗം തന്നെ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുവോ? ജനങ്ങൾ മുഴുവൻ എന്നെ തല്ലാൻ വരുവോ? പറയൂ, എന്താ ഉണ്ടായത്? ചിങ്കം സാറേ, എല്ലാം ഞാൻ പിന്നെ പറഞ്ഞു തരാം. ആദ്യം ഇവിടെ നിന്ന് പോകാം. കേറിക്കോളൂ. എന്റെ അമ്മോ, ആൾക്കൂട്ടം ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്റെ അമ്മോ, എന്റെ മോട്ടോർ ബൈക്ക് എവിടെ പോയി? അതെന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഈ ഒരു കാരണം കൊണ്ടാ ജനങ്ങൾക്ക് എന്നോട് ഇത്രയും ദേഷ്യം. ഞാനും ഭയങ്കര ദേഷ്യത്തിലാണ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം. ഡോക്ടർ ജഡ്ക, ഞങ്ങളെ രക്ഷിക്ക്. വലിയേട്ടാ, ഏലിയൻസ് അന്നേ പറഞ്ഞിരുന്നു അത്യാഗ്രഹം ആപത്താണെന്ന്. പക്ഷെ ഞാൻ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട് ചേട്ടാ. എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ചു പറയുമോട്ടു. വാ. മോട്ടു എന്തിനേക്കെ തൊടുന്നോ അതൊക്കെ സമൂസയായി മാറുകയാണ്. എന്റെ രോഗികളാണ് സത്യം. നീ ഞങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാരാണെന്നാണോ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നീ ഇങ്ങനൊക്കെ പറയുമ്പോ ഞങ്ങളങ്ങ് വിശ്വസിക്കാൻ. പൊളിച്ചടുത്തല്ലോ. വെളുപ്പാൻ കാലത്ത് തന്നെ ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം കേട്ടിട്ടേ മോട്ടു അവർക്ക് കാണിച്ചു കൊടുക്ക്, നമ്മൾ സത്യമാണോ പറയുന്നത് നുണയാണോ എന്ന്. കാറ് തിരിച്ചു കാണാം. താങ്ക് യു വലിയേട്ടാ. എനിക്ക് നല്ലോണം അറിയായിരുന്നു നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന്. എന്റെ രോഗികളാണ് സത്യം. നീ എന്റെ ലാഭം മൊത്തം തിന്നു തീർത്തിട്ട് ഞാൻ നിന്നെ വീണ്ടും സഹായിക്കണമെന്നോ? വരൂ വരൂ, അകത്ത് ഒരുപാട് കണ്ണുകൾ ഇരിപ്പുണ്ട്. ഈ മോട്ടുവിനെയും പത്തിലുവിനെയും വെറുതെ വിടരുത്. എന്റെ കൂട്ടുകാരെ വേഗം വരൂ, ഞാൻ വലിയൊരു
ഉള്ളത്? ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ നിനക്ക് തന്ന ശക്തി കാരണം നീ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെടുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിരുന്നേയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത്യാഗ്രഹം ആപത്ത് തന്നെയാണ്. നിങ്ങൾ തന്ന ഈ ശക്തി തിരിച്ചെടുത്തോളൂ, എന്നിട്ട് എന്നെ രക്ഷിക്കൂ. പൊളിച്ചേ. താങ്ക് യു വെരി മച്ച്. എന്നാ വരും പത്ലു, വരുന്നവരോടൊക്കെ നമുക്ക് കാര്യം പറയാം. അവർ ഭയങ്കര ദേഷ്യത്തിലാ ഓടി വരുന്നത്. നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ഐഡിയ ആലോചിക്കൂ. ഐഡിയ ഡോക്ടർ ജഡ്ക, വലിയേട്ടാ, എന്റെ ഈ ശക്തി വീണ്ടും കൂടിയിരിക്കുക. ഞാൻ പത്ലുവിനെ പോയി തൊട്ടപ്പോ അവനും സമൂസയായി. പത്ലുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. എല്ലാവരും കേട്ടല്ലോ, ഓടിക്കോ. ഇനി അഥവാ അബദ്ധത്തിൽ ഇവൻ നമ്മളെങ്ങാനും കയറി പിടിച്ചാ നമ്മളും സമോസയായി മാറും. ഓടിക്കോ. അതേ, നിൽക്കൂ. എനിക്ക് നിങ്ങളെല്ലാവരോടും മാപ്പ് ചോദിക്കണം. ഹലോ, ചിങ്കം ഹിയർ. എന്ത്? ഇന്നലെ രാത്രി അവിടെ മോഷണം നടന്നു? ഹലോ, എന്ത്? നിങ്ങളവിടെ ഇന്നലെ രാത്രി മോഷണം നടന്നിട്ടുണ്ടെന്നോ? എന്താ പറഞ്ഞ? നിങ്ങളവിടെ ഇന്നലെ രാത്രി മോഷണം നടന്നുവെന്നോ? ഓ മൈ ഗോഡ്, ഞാൻ ഇനി എന്താ ചെയ്യാ? ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കള്ളനല്ലെങ്കിൽ അത് മിക്കവാറും ഭൂതമായിരിക്കും. അതുകൊണ്ടല്ലേ പിടികിട്ടാത്തത്. ഭൂതം, ഭൂതം, ഭൂതം. അത് നല്ലൊരു ഐഡിയ ആണ്. അടിപൊളി ഐഡിയ ആണ്. രാത്രി നമ്മൾ തന്നെ ഭൂതമായി വേഷം മാറി എല്ലാ കള്ളന്മാരെയും പിടിക്കാം. അപ്പൊ പിന്നെ കള്ളന്മാര് രാത്രി ഇറങ്ങി മോഷ്ടിക്കാൻ ധൈര്യം കാണിക്കില്ല. ഗുഡ് ഐഡിയ കോൺസ്റ്റബിൾ, വെരി ഗുഡ് ഐഡിയ. കമോൺ, എന്നോടൊപ്പം വരൂ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, ഈ ഡ്രസ് വിട്ട് ഈ രാത്രിയിൽ നീ എന്തിനാ വരാൻ പറഞ്ഞത്? വലിയേട്ടാ, ഇപ്പോഴൊക്കെ ഫുർഫുറി നഗരത്തിൽ ഒരുപാട് കളവ് നടക്കുന്നുണ്ട്. ചിങ്കം സാറിനാവട്ടെ കള്ളനെ പിടിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം ഇതാണ്. നമ്മൾ രാത്രി പെട്രോളിംഗ് നടത്തി കള്ളനെ പിടിക്കുന്നു. നീ വെറുതെ വിഷമിക്കരുത് മോട്ടു. കള്ളന്മാരെ പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എന്റെ രോഗികളാണ് സത്യം. ഒരു തവണയെങ്കിലും അവനെ എന്റെ കയ്യിൽ കെട്ടിയാൽ എന്റെ എല്ലാ പരീക്ഷണങ്ങളും ഞാൻ അവനെ വെച്ച് ചെയ്യും. എന്റെ അമ്മോ, അത് മോട്ടു പത്രമല്ലേ? അവരെന്നെ കാണുമ്പോ പേടിക്കണമെന്ന് നോക്കട്ടെ. ഭൂതം ഇവിടേക്കാ വരുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഓടിക്കോ മോട്ടു, ഓടിക്കോ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, ഈ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല. ഉണ്ട്, എന്റെ അത്തിപ്പാറമ്മജി. ഭൂതമുണ്ട്,
പ്രേതമുണ്ട്. ഒളിച്ചെടുത്തല്ലോ ഭൂതം. ഹലോ, ഹൗ ആർ യു? നോട്ട് ഫൈൻ, താങ്ക് യു. ഓടിക്കോ മോട്ടു, ഓടിക്കോ. മോട്ടു പത്ലൂനെ പോലെ ധൈര്യമായ ആൾക്കാർ പേടിക്കുകയാണെങ്കിൽ കള്ളന്മാർ എന്തായാലും പേടിച്ച് ഓടും. നന്ദിയുണ്ട് മമ്മി. മമ്മി ഉണ്ടാക്കി തന്ന ഇഡ്ഡലി കഴിച്ചപ്പോൾ എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. കോൺസ്റ്റബിൾസ് പുറകെ ഓടൂ. ചിങ്കം സാർ ഓടിക്കോ. ഞാൻ എന്തിനു ഓടണം? എന്നെ കണ്ട് മറ്റുള്ളവരല്ല ഓടേണ്ടത്. എനിക്ക് ഒന്നിനും പേടിയില്ല. എന്റെ അമ്മോ, ഓടിക്കോ വേഗം. നമ്മള് ബാങ്ക് മോഷ്ടിച്ചു. മോഷണത്തിൽ നമുക്ക് 1 സ്ഥാനം കിട്ടും. ബാത്ത് ഭൂതം ഭൂതം ബാത്ത് ഓടിച്ചോ ഓടിച്ചോ. പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ആൾക്കാര് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ ഞാൻ ഭൂതത്തെ നേരിട്ട് കാണുന്നത്. ഇതിനെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ അപ്പൊ എന്താ പറയേണ്ടത്? അപ്പോ എന്തും പിടി കിട്ടുന്നില്ല, കവിത വരുന്നില്ല. ഓടിച്ചോ ഓടിച്ചോ. നിന്റെ കവിത പറയുന്നത് നിർത്തിക്കോ, എന്നിട്ട് എന്നോടൊപ്പം കൂട്ടുകൂടിക്കോ. എനിക്ക് കള്ളന്മാരായ ഭൂതങ്ങളെ ഒരുപാട് ആവശ്യമുണ്ട്. ഇവിടുന്ന് മോഷ്ടിച്ച് ഓടിപ്പോകുന്ന ഭൂതങ്ങളെ പിടിച്ച് അകത്താക്കാൻ വേണ്ടി. ഇല്ല ഇല്ല, എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ രണ്ടുപേരും ശത്രുക്കളായിട്ട് തന്നെ ഇരുന്നാ മതി. ഞങ്ങള് ഭയങ്കര വൃത്തികെട്ടവന്മാരാ, കള്ളന്മാരാണ്, മോഷ്ടിക്കുകയും ചെയ്യും, ചേറ്റത്തരവ് കാണിക്കുകയും. അതുകൊണ്ടാ പറഞ്ഞത്. വാവ് വാവ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതുപോലത്തെ കള്ളന്മാരെയാണ് എനിക്ക് ആവശ്യമുള്ളത്. എടാ നമ്പർ 1, നമ്പർ 2, എണീറ്റ് പോടേ. ജീവൻ വേണ്ടതുണ്ടെങ്കിൽ പെട്ടെന്നെണീറ്റ് പോടേ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ടിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണേ. അത് കണ്ടോ, ജോണും അവന്റെ കൂട്ടരും രക്ഷപ്പെടുന്നത്. എന്റെ അമ്മോ, ഇങ്ങനെ കല്ലേറ് കൊള്ളുന്ന ലോകത്തിലെ ആദ്യത്തെ ഭൂതം ഞാനായിരിക്കും. എനിക്ക് മാത്രം എന്തിനങ്ങനെയൊക്കെ സംഭവിക്കണത്? പെട്ടെന്ന് ജോണിന്റെ പുറകെ പോണം. എന്നെ കണ്ടവൻ പേടിച്ചാ പിന്നെ ഒരിക്കലും മോഷ്ടിക്കില്ല അവൻ. പുറകെ പോ. ഇന്ത്യ നിയമമാണ് സത്യം. മര്യാദയ്ക്ക് നിൽക്കാൻ. മോട്ടു, ഭൂതം നമ്മുടെ പിന്നിലുണ്ട്. ഒന്ന് വേഗം പോ. ഒളിച്ചെടുത്തല്ലോ. ഈ ഭൂതങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയോ? മമ്മി രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അവന്മാരെ നമ്മുടെ പുറകെയല്ലേ വന്നോണ്ടിരുന്നത്. പിന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്തിനാ മുന്നോട്ട് പോയത്? വണ്ടി നിർത്ത്. എന്റെ ഉടയ തമ്പനെ ഒരു തവണയെങ്കിലും രക്ഷിക്കാം. ഒരേ ഒരു തവണ. ഇനി മുതൽ ഞാൻ മോഷ്ടിക്കില്ല. പുറകെ തന്നെ വണ്ടി വിട്ടോ. നല്ല രസമുണ്ട്. എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നു നമ്മൾ ആകാശത്തിൽ പറക്കുന്നത് പോലെ ഉണ്ടല്ലോ. നമ്മൾ ശരിക്കും ആകാശത്തൂടെ പറക്കുകയാണ് സാർ. എന്റെ അമ്മോ, എന്താ ഇവിടെ സംഭവിക്കണം?
ഇനി ഒരിക്കലും ഞാൻ ഭൂതത്തിന്റെ വേഷം കേട്ടില്ല. ജോൺ, ഇന്ന് നിനക്ക് ഞങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ആദ്യ ഭൂതത്തിന്റെ അടുത്തത് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്ത്. അത് ഞങ്ങളുടെ പിന്നാലെ ഓടിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. പൊളിച്ചെടുത്തല്ലോ. ഇവൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അതായത് നിങ്ങൾ എല്ലാവരും ഞാനിപ്പോ മുകളിലുള്ളവന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ആദ്യം ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ജോണിനെയും കൂട്ടുകാരെയാണ്. എന്റെ അടുത്തേക്ക് വന്നോ വേഗം. ഒരു തവണ എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം. ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കുകയില്ല. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം. ഒറ്റൊരുത്തനും ഞാൻ വെറുതെ വിടില്ല. എന്തെങ്കിലും ചെയ്യുമ്പത്തലോ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. ഭാരത മാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. ഇത് ചിങ്കം സാറാണ്. ഓ, ഡ്യൂപ്ലിക്കേറ്റ് ഭൂതോ. ഐഡിയ. ഈ ഭൂതം നമുക്ക് ഒരുപാട് പണി തന്നു. നമുക്കിപ്പോ തിരിച്ചു കൊടുക്കാം. എന്റെ അമ്മോ, ഞാൻ വീണ്ടും കുടുങ്ങിപ്പോയല്ലോ. പണി പാളിപ്പോയോ അമ്മച്ചി? അപ്പൊ ഇത് ചിങ്കം സാറാ അല്ലേ? എന്നെ വിട്ടേക്ക്, എന്നെ പിടിക്കരുത്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു തെറ്റ് ആവർത്തിക്കില്ല. ഭൂതപ്രേത പിശാചുക്കളൊക്കെ പോട്ടെ. എവിടെ നിന്ന് വന്ന് അവിടേക്ക് തന്നെ പോട്ടെ. വെരി വെരി സോറി. ആ ബോട്ടുവിന്റെ മുന്നിൽ ഇപ്പൊ ഭൂതത്തിന് പോലും രക്ഷയില്ലാണ്ടായിരിക്കുക. നമ്മളൊക്കെ അപ്പൊ എന്ത് ചെയ്യാനാ? നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞു കള്ളന്മാരല്ലേ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ ഇത്. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഓടറാ.